Welcome to Flavors of India. തമിഴ്നാടിനോടുള്ള ഇഷ്ടവും ഫാസിനേഷനും എനിക്കൊരിക്കലും തീരുന്നതല്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം തമിഴ്നാടിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ ആനന്ദം ഒന്ന് വേറെ തന്നെയാണ്. ചുറ്റോട് ചുറ്റും നോക്കൂ, നല്ല ചില ഏരിയാസ് ഉണ്ട്. നാഗർകോവിൽ ഭാഗത്ത് കൂടിയൊക്കെ സഞ്ചരിക്കുമ്പോൾ നല്ല പച്ചപ്പും മലനിരകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, നല്ല ധാരാളമായിട്ട് ഇങ്ങനെ പച്ചപ്പിങ്ങനെ വയലുകൾ, ഗ്രീൻ എങ്ങോട്ട് നോക്കിയാലും പാടങ്ങൾ, പാടശേഖരങ്ങൾ, പച്ച പച്ച പച്ച. അതിന് ചുറ്റും ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ, അത് ഒരുപാട് ഹൈറ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോർഡർ പോലൊരു മൗണ്ടൻസ് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ അതൊരു പ്രത്യേക ലാൻഡ്സ്കേപ്പാണ്. മൗണ്ടൻസ് ആൻഡ് അതിനോടൊപ്പം തന്നെ നല്ല പച്ചപ്പുള്ള വയലുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങുകയാണ്. വയൽ കണ്ടിട്ട് വെറുതെ പോകാൻ തോന്നുന്നില്ല. എന്തായാലും ഇവിടെ ചെളിയൊന്നുമില്ല, നല്ല ക്ലൈമറ്റ്, അധികം വെയിലില്ല. വയലിൻ്റെ ഇടയിലൂടെ ഒന്ന് നടക്കാനൊരാഗ്രഹം. കുറച്ചൊന്ന് നടന്നിട്ട് പോകാം. ഇതെല്ലാം നെൽപ്പാടങ്ങളാണ് ചുറ്റോട് ചുറ്റും. ഇച്ചിലൂടെ കഴിഞ്ഞാൽ അതൊക്കെ അതെ ഇപ്പോഴേ തന്നെ കതിരെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചില ഭാഗത്തെല്ലാം നോക്കും, ചെറുതായിട്ട് കതിര് വന്നു തുടങ്ങി. ഇനി ഇത് വിളഞ്ഞ്, ഇത് മുഴുവൻ കതിരിട്ട് വിളഞ്ഞ് കഴിയുമ്പോൾ കൊയ്ത്തിന് സമയമാവും. ഇതാണ് ബെസ്റ്റ് ടൈം നല്ല പച്ചപ്പ് കാണാനായിട്ട്. നമ്മളിങ്ങനെ തമിഴ്നാടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് സ്പെഷ്യാലിറ്റി, ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ അന്വേഷിക്കാറുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഭക്ഷണം കണ്ടു കഴിഞ്ഞു. ഭക്ഷണ സംസ്കാരം വ്യത്യസ്തമാണ്. ഇവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഫുഡെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ചില ബേക്കറീസ് ഉണ്ട്, അതായത് ചില ബ്രാൻഡഡ് ബേക്കറീസ്. ഇത് കണ്ടില്ലേ, ഇത് സ്റ്റാർ മുറുക്ക് കട എന്നാണ് ഈ കടയുടെ പേര്. ഇതിങ്ങനെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. നമുക്ക് ഒരു കടയിൽ ആദ്യം ഒന്ന് കയറി നോക്കാം. കുറേ പലഹാരങ്ങൾ ഇങ്ങനെ കണ്ണാടിക്കൂട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കാണുന്നൊരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമാണ്. കാര്യം ഇതൊരു ബ്രാൻഡഡ് ഷോപ്പ് പോലെയാണ്, സ്റ്റാർ മുറുക്ക് കട. ഇവരുടെ മാത്രം സ്പെഷ്യലായിട്ട് ഇങ്ങനെ കുറേ ഔട്ട്ലെറ്റ്സ്, അവിടെ എല്ലാം ഇതേ പലഹാരങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം അറിയണ്ടേ. ഇത് ഇവരുടെ ഫാക്ടറി, ഇത്തരം പലഹാരങ്ങൾ, ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. ആ സ്ഥലവും കൂടി നമുക്കൊന്ന് കാണാം. എങ്ങനെയാണ് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ട്രേഡ് സീക്രറ്റ്സ് അറിയാം. ഓക്കെ, ആ ഭാഗത്തേക്ക് പോകാം. ഒരു സാമ്പിളായിട്ട് നമ്മൾ അവരുടെ കട കണ്ടു. ഇതേ ഇപ്പോൾ നോക്കിയപ്പോൾ കടയുടെ മുന്നിലൊരു വണ്ടി വന്നത്. ഇത് ഇവരുടെ ചിഹ്നമാണ്, ഇവരുടെ എംബ്ലം, സ്റ്റാർ ഫുഡ്സിൻ്റെ. അപ്പോൾ ഇവർക്ക് ഇതുപോലെ സ്വന്തം വാഹനങ്ങളുണ്ട്. വാഹനത്തിൽ ഫാക്ടറിയിൽ നിന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കി ഓരോ ഔട്ട്ലെറ്റ്സിലും കൊണ്ട് എത്തിക്കുന്നു. അപ്പോൾ പലഹാരങ്ങൾ, നിറച്ച് പലഹാരങ്ങളുമായിട്ട് വണ്ടി വന്നിരിക്കുവാണ്. നമുക്ക് ഫാക്ടറിയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആ സ്റ്റാർ മുറുക്ക് കടകളുടെ മുറുക്കുണ്ടാക്കുന്ന സ്ഥലം, അവരുടെ ഒരു ഫാക്ടറി എന്ന് തന്നെ പറയാം, സ്റ്റാർ ഫുഡ്സ്, അതിൻ്റെ മുന്നിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് പോകാം, ഓണറെ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി വിശേഷം. സ്റ്റാർ ഫുഡ്സ് ഓണറാണ്, സ്റ്റാർ മുറുക്ക് കടയുടെ എല്ലാം അല്ലേ. മിസ്റ്റർ രാജ് എന്നാണ് വരുന്ന പേര്. കുറച്ച് യങ്സ്റ്ററാണ് കണ്ടിട്ട്, അല്ല അധികം പ്രായമൊന്നുമില്ല. എത്ര വർഷമായിരിക്കും?
ஃபேமிலி 200 years back. ஓ அப்போ அப்பா இருக்கா? அப்பா அம்மா எல்லாம் இருக்கிறாங்க. இப்படி இருக்கிறாங்க. அது சரி. அப்போ கிராண்ட் ஃபாதர் தொடங்கிய பிஸ்னஸா? ஃபேமிலியில் அம்மா அப்பா நாங்கள்லாம் அது அந்த காமெடியில் வந்து நாங்கள் பண்ணிட்டு സ്റ്റാർ ഫുഡ്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. സ്റ്റാർ മുറുക്കട എന്നാണ് ഔട്ട്ലെറ്റ്സിൻ്റെ പേര്. പക്ഷേ ഇത് ഇവരുടെ സ്വന്തം ഔട്ട്ലെറ്റ്സ് ആണ്. എങ്ങനെ, അതായത് എത്ര ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് പുള്ളി പറയുന്നത്. ക്വാളിറ്റി, അവർക്ക് ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ റോ മെറ്റീരിയൽസ് വാങ്ങുന്നതിലും ചെയ്യുന്നതിലും എല്ലാം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പുള്ളിക്കാരൻ ചെറുപ്പമാണെങ്കിലും പുള്ളിയുടെ അച്ഛൻ അപ്പൂപ്പൻ്റെ കാലം തൊട്ടുള്ള ബിസിനസ്സാണ്. 100-200 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ ബിസിനസ് സംരംഭത്തിന്. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള പലഹാരങ്ങൾ, ഇപ്പോൾ അതിരസം, അച്ചപ്പം, നെയ്യപ്പം, മുറുക്ക്, വെറൈറ്റീസ് പലതരം, അങ്ങനെ കുറേ കാര്യം. മാർത്താണ്ഡം, തക്കല, കന്യാകുമാരി എല്ലാ ഭാഗത്തും ഇവർക്ക് ഇതുപോലെ ഒരു ഉണ്ടാക്കുന്ന ഏരിയാസ് ഉണ്ട് ചെന്നൈയിൽ. ഇവിടെ കുറേ സ്ത്രീകളാണ് ഇവിടുത്തെ തൊഴിലാളികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡെയിലി വേജസിന് വന്ന് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ. അപ്പോൾ അതിൽ അവർ കൈകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ജോലികളുണ്ട്. പ്ലസ് മെഷീൻ്റെ സഹായത്തോടുകൂടി എല്ലാം കഴിഞ്ഞ് വറുത്ത പാക്കറ്റിലാക്കിയിട്ടാണ് ഇവരുടെ കടകളിൽ എത്തുന്നത്. ഫ്രഷായിട്ട് അല്ലേ? ഓക്കെ. റോ മെറ്റീരിയൽസ് ആണ് ഏറ്റവും ബാക്കി എന്നൊക്കെ തീരണം. ഓക്കെ, അന്നെന്നുള്ളത് അന്നുണ്ടാക്കി തീർക്കാനുള്ളതാണ് വിൽപ്പനയും നടക്കുന്നത്. ഓക്കെ, അതാണ് മെയിൻ ഇതായിട്ട് വിചാരിക്കും ടാർഗറ്റ്. അപ്പോൾ നമുക്ക് ഉള്ളപ്പോൾ ഓക്കെ അകത്ത് പോകാം. പലതരം പലഹാരങ്ങളാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. കാര്യം ഇത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ സാധാരണ ട്രഡീഷണൽ അടുപ്പ് തന്നെയാണ്, ഗ്യാസൊന്നുമല്ല. പിന്നെ മരപ്പൊടി വെച്ചിട്ടാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലഡുവിൻ്റെ പ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്ത് ഈ ഒരു ചേട്ടൻ അതാണ് ചെയ്യുന്നത്. ഇത് എണ്ണ മാവ്, കടലമാവ്, കൊഞ്ചം കളർ ചേർക്കുമ്പോൾ യെല്ലോ കളർ, വേറെ ഒന്നുമില്ല, വെള്ളം അല്ലേ? ഓക്കെ, കടലമാവ് വെള്ളത്തിൽ കലക്കിയെടുത്തത്, ഇച്ചിരി യെല്ലോ ഫുഡ് കളറും ചേർത്ത് മിക്സ് ചെയ്തത്. ഈ ഇതിനെന്താ പറയുക നമ്മൾ കണ്ണാപ്പ പോലെ പരന്ന കണ്ണാപ്പയിലൂടെ ചെറിയ ഹോളുള്ള അതിലൂടെ ഇങ്ങനെ ഉരച്ചൊരച്ച് എണ്ണയിലേക്ക് ഒഴിക്കും. അപ്പോൾ ലഡുവിന് വേണ്ടിയിട്ട് പിന്നെ ഈ ബൂന്തി ഉണ്ടാക്കാനുള്ള പ്രോസസ്സാണ്. അതിൻ്റെ ചെറിയ മുത്ത് പോലെയുള്ള. അപ്പോൾ ആ ഒരു കണ്ണാപ്പയിലൂടെയാണ് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ തേച്ച് വിടുന്നത്. അതിങ്ങനെ ചെറിയ മുത്തുകൾ പോലെ എണ്ണയിലേക്ക് വീഴുന്നു. ഇനി അത് പാകത്തിന് നിന്ന് വറുത്ത് ഒഴുകും. ഒരുപാട് ഫ്രൈ ആവരുത്, ഇച്ചിരി സോഫ്റ്റായിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത്. എന്നിട്ട് ഇത് പഞ്ചസാര ലായനിയിലിട്ട് ഒരു നൂൽപ്പാവ് അതിലേക്ക് ഇട്ടിട്ടാണ് ഇത് ഇളക്കി എടുത്തിട്ട് ടൈറ്റാക്കിയാണ് ഉരുട്ടുന്നത്. ചൂടോടുകൂടി, ഒരു അല്പം ചൂടോടുകൂടി. അപ്പോൾ ഇതിൻ്റെ 2 സ്റ്റേജാണ്. ഇതിപ്പോൾ ഇത് എടുക്കുന്നു, അപ്പുറത്ത് സൈഡിൽ ഓൾറെഡി പഞ്ചസാരയിൽ ഇട്ട് വെച്ചിരിക്കും. പാനി തയ്യാറാക്കിയിട്ട് അതിനകത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇടിച്ചെടുക്കും അല്ലേ? ഇടിച്ചെടുത്ത് ഉരുട്ടും. നെയ്യിട്ട് ഇടിച്ചിട്ട് ഉരുട്ടിയെടുക്കും എന്നാണ് പറയുന്നത്. ആ സ്റ്റേജ് എത്തിയിട്ടില്ല. നമുക്ക് പറ്റുമെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ ആ സമയത്തും കാണാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ